ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കത്തിരിക്കാത്തൊക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എന്തിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് നമ്മുടെ ഈ കത്തിരിക്കാത്തൊക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വഴുതനങ്ങയാണ്. 400 ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ വഴുതനങ്ങ എടുത്തിട്ടുള്ളത്. കത്തിരിക്ക. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. വഴുതനങ്ങ ചേർത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. വഴുതനങ്ങ ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ അളവിൽ നമുക്കൊന്ന് ആദ്യം എണ്ണയിൽ കിടന്നൊന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതായത് കറിയിലിട്ട് നമ്മൾ വഴുതനങ്ങയായിട്ട് വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്, എണ്ണയിൽ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ രുചിയും വേറെയാണ്. നന്നായിട്ട് തന്നെ ഒരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമ്മുടെ പച്ച കളർ വഴുതനങ്ങ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് നമ്മുടെ വഴുതനങ്ങ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഏകദേശം 1 ടീസ്പൂണോളം എണ്ണ ബാക്കിയുണ്ട്. ഇതിലേക്ക് ഒരു അല്പം കൂടി എണ്ണ ചേർക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം. കടുക് പൊട്ടിത്തുടങ്ങുന്നതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി. കൂടെ വേണ്ടത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്, വലിയ ജീരകം. ഇതിനോടൊപ്പം തന്നെ അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. സവാളയും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയത്ത് വഴറ്റി ഇതിൻ്റെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല. നന്നായിട്ട് നമ്മുടെ സവാള എല്ലാം ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും. നമ്മുടെ സവാള എല്ലാം നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. കൂടെ ഒരല്പം കറിവേപ്പിലയും കൂടി. അപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ചൂടായി കിട്ടട്ടെ. തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി ചേർക്കുകയാണ്. ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും കൂടി. അപ്പോൾ ഉലുവ വന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുത്തതാണ്. ഒരല്പം മാത്രം ചേർത്താൽ മതിയും. കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ മസാലയുടെയൊക്കെ ആ പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിനുള്ള സൈസിനൊരു പുളി എടുത്തിട്ട് അതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആ പുളിയുടെ ആ ഒരു കുറുത്തൊക്കെ ഒന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. ആ പുളിവെള്ളം മാത്രമായിട്ട് ചേർക്കാം. ഒരു 1/2 കപ്പ് അളവിൽ പുളിവെള്ളം ചേർക്കുകയാണ്. കൂടെ നമ്മുടെ ഈ കറിക്കും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. 1/2 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. ഇനി നമ്മുടെ ഈ കറി നന്നായിട്ട് ഇനി ആദ്യം തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവി എല്ലാം നന്നായിട്ട് ഇനി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് നമ്മളിതാ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന കത്തിരിക്ക ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത നിലക്കടല എടുത്തിട്ടുണ്ട്, വറുത്ത കപ്പലണ്ടി. അപ്പോൾ ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഒരു പേസ്റ്റ് പോലെ അരച്ച് നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും കേട്ടോ നമ്മൾ ഇതുപോലെ ഒരല്പം നിലക്കടല ഒന്ന് വറുത്ത് അരച്ച് ചേർക്കുമ്പോഴത്തേക്കും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. നല്ല രീതിക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് തന്നെ ഏകദേശം ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് വറ്റി കിട്ടും. അപ്പോൾ ഇച്ചിരി കട്ടിക്ക് വേണം കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. കുറച്ച് ഗ്രേവി എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റാണ് ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരല്പ സമയമായിട്ടുണ്ട്. ഇത്രയും നേരം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് വറ്റി കുറുകി നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചതും കൂടി ചേർക്കാം. അപ്പോൾ ഈ ശർക്കര പൊടി ചേർക്കുമ്പോഴത്തേക്കും ആ പുളിയും എരിവും ഒക്കെ നന്നായിട്ട് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കത്തിരിക്കാത്തൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ കത്തിരിക്കാത്തൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ വഴുതനങ്ങ നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി
ഉണ്ടാക്കി നോക്കണം എന്നുള്ള ഒരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.